ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. രാവിലെ നമ്മൾ കുറച്ച് തുണികളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് പുറത്ത് വിരിച്ചിട്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇച്ചിരി വെയിൽ കാണാനുണ്ട്. കുറച്ച് ദിവസമായിട്ട് മഴ അടച്ചു പിടിച്ചിരിക്കുന്ന കാരണം കൊണ്ട് നമ്മളകത്ത് വർക്ക് ഏരിയയിലാണ് ഡ്രസ്സുകൾ വിരിച്ചിടുക. പക്ഷെ അവിടെ ഇനി സ്ഥലമല്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട്. എന്താവുമോ എന്തോ. അപ്പോൾ പിന്നെ മീൻകാരൻ വരുന്നതിൻ്റെ ഒച്ച കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി വന്നു. കാരണം ഇപ്പോഴാണ് മീൻ വാങ്ങിക്കുന്നത് നമ്മുടെ സ്വന്തം ഖജാൻജി. പൂച്ച എങ്ങാതെ അത് നിൽക്കുന്നുണ്ട്, അത് കൊടുക്കുന്നില്ലേ? പൂച്ചക്കൊന്നും കൊടുക്കുന്നില്ലേ? ഇന്ന് നമ്മുടെ ഇന്നുമോൾക്ക് ഒരു നിവരുട്ടയുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടുള്ള ഷൂ ഒക്കെ ഞാൻ തുടച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലോത്തിൽ ഇച്ചിരി എണ്ണാക്കിയിട്ട് ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് തുടച്ചതാണ്. അപ്പോൾ ഷൂ നല്ല വണ്ണം മിനുങ്ങുന്നുണ്ട്. പക്ഷേ വേഗം പൊടിയൊക്കെ പിടിക്കുമായിരിക്കും, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ആൾക്ക് മുടി കെട്ടാനൊക്കെ പിന്നെ എൻ്റെ സഹായം തന്നെ വേണം. അപ്പോൾ അങ്ങനെ മുടിയെല്ലാം കെട്ടി കഴിഞ്ഞ് ആൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-10 മണിയാകുമ്പോഴാണ് ആൾക്ക് പോകേണ്ടത് കേട്ടോ. പക്ഷെ മഴക്കാർ പുറത്തിങ്ങനെ കാണാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയും പെയ്തു. എല്ലാ ഡ്രസ്സും നമുക്ക് എടുത്ത് ഓടേണ്ടി വന്നു കേട്ടോ. നമുക്ക് വർക്ക് ഏരിയയിൽ പിന്നെ ഇല്ലാത്ത സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ട് ഡ്രസ്സുകൾ വിരിച്ചിടാം എന്ന് വിചാരിച്ചു. നമ്മൾ ഈ വർക്ക് ഏരിയയിൽ ഈ തുണികൾ ഉണക്കിടുമ്പോൾ എന്താണെന്നറിയോ, അവിടെ പിന്നെ അത് എടുക്കില്ല, അവിടെ ഇരിക്കട്ടെ വിചാരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കുറേ ഡ്രസ്സുകളുണ്ടാവും ഒരൊറ്റടിക്ക് മടക്കാൻ വേണ്ടിയിട്ട്. ഈ ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ബെഡും കൊണ്ട് കൊടുന്നിടും. ഇനി ബാക്കി ഞാൻ സമയം പോലെ മടക്കി വൃത്തിയാക്കി വെക്കും. അതാണ്. അപ്പോൾ നമ്മൾ മീൻ മുറിക്കുന്നുണ്ട്, ഇവിടെ ചോറുണ്ടാവുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ റൂം ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ സായിക്കുട്ടിയും കൂടിയാണ് ഡ്രസ്സ് മടക്കി വെക്കുന്നത്. ഇന്നുമോൾ അങ്ങനെ ആ പരിപാടിക്ക് പോയി കേട്ടോ. ഞാൻ സായിക്കുട്ടിനെ എല്ലാ ജോലിയിലും ഞാൻ എൻ്റെ കൂടെ തന്നെ നിർത്തും. ഒരു ആൺകുട്ടിയാണെന്നുള്ള ഒരു പ്രിവിലേജും ഞാൻ അവർക്ക് കൊടുക്കാറില്ല, സാധാരണ കിട്ടുന്ന പ്രിവിലേജൊന്നും. അതായത് എല്ലാ ജോലിയും ഒരേപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തുക. എനിക്കിത് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് വെച്ചിട്ട് ജോലി ഭാഗിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എല്ലാവരും ഒരേപോലെ വളരണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മടക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് കുളിച്ച് സെറ്റാകാൻ പോട്ടെ കേട്ടോ. അങ്ങനെ രാവിലത്തെ നമ്മൾ ചെറിയ ജോലികളൊക്കെ കഴിഞ്ഞ് ഒന്ന് നിവർന്ന് കിടക്കാം എന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ. കുളിച്ച് കഴിഞ്ഞിരിക്കണേ. അപ്പോഴാണ് ഞാൻ നോക്കിയത്, ഞാൻ മെഷീൻ വെച്ചിരിക്കുന്ന ടേബിളിൽ ചെറിയ നൂലും പിന്നെ നമ്മളെ ബെഡിൽ തുണികളൊക്കെ വെച്ച് മടക്കിയത്. പിന്നെ ഇന്നുമ്പോൾ രാവിലെ പോകുമ്പോൾ ഇല്ല ഓർണമെൻറ്റ് ബോക്സും മറ്റും ഒക്കെ വലിച്ചു വാരിയിട്ടിട്ട് ബെഡ് ആകെ അഴുക്കായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാനും വാങ്ങിച്ചു അഗാരോൻ്റെ ഈ ബെഡ് വാക്യൂം ക്ലീനർ കേട്ടോ. ഇതിൻ്റെ കേബിളിന് പിന്നെ ഭയങ്കര നീളമാണ്. അതുകൊണ്ട് നമുക്കൊരു ബെഡ് മൊത്തം ഇങ്ങനെ ഓടി നടന്ന് വൃത്തിയാക്കാനും വേണമെങ്കിൽ റൂമിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ മൊത്തം ഓടി നടന്ന് വൃത്തിയാക്കാനും അത്രയും ലെങ്ത് ഇതിൻ്റെ കേബിളിനുണ്ട്. ഇത് ഓണാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കാര്യം, എന്നാലും ഞാനും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഈ പ്ലേ ബട്ടൺ തപ്പാം, ഈ ഓഫ് ഓൺ ബട്ടൺ, അതിങ്ങോട്ട് പ്രസ് ചെയ്താൽ തന്നെ ഈ യന്ത്രം പ്രവർത്തിക്കാൻ ആരംഭിക്കും കേട്ടോ. നല്ല, അതായത് നമ്മളെ ബെഡിൽ നമ്മൾ കാണാത്ത പൊടിപടലങ്ങളും സൂക്ഷ്മമായ പൊടികളും പോലും ഇത് വലിച്ചെടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുപയോഗിച്ച് നമ്മുടെ ബെഡ് മാത്രമല്ല കേട്ടോ, തലയിണയും നമുക്ക് വൃത്തിയാക്കാം. നമ്മുടെ തലയിണയിൽ നമ്മൾ കാണാത്ത പൊടിയും അഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വൃത്തിയാക്കി തരും കേട്ടോ. പിന്നെ ഈ കാണുന്ന ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിലെ ഈ പാഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് നമ്മളെ ബെഡിൻ്റെ അടിയിലേക്ക് പോയിക്കുന്ന പൊടി പോലും നല്ല തട്ടി കൊട്ടി മുകളിലോട്ട് എടുത്ത് വലിച്ചെടുക്കും കേട്ടോ ഈ വാക്യൂം ക്ലീനർ. ഇതിൻ്റെ താഴെ കാണുന്ന ഈ വീൽസുകൾ നമ്മൾ ഈ വാക്യൂം ക്ലീനർ യൂസ് ആക്കുന്ന സമയത്ത് നമുക്ക് സ്മൂത്തായിട്ട് ഇത് ബെഡിലൂടെ ഇങ്ങനെ നിരക്കി നീക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിൽ UV ലൈറ്റ് സ്റ്റെറിലൈസേഷൻ ഫീച്ചർ ഉണ്ട്. അതിൻ്റെ ലാമ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബെഡുകളുടെ പൊടിപടലങ്ങളും അഴുക്കുകളും എടുക്കൽ മാത്രമല്ലാണ്ട് നമ്മുടെ ബെഡിന്റെ 99% അണുവിമുക്തമാക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇതിന്റെ സൈഡിൽ കാണുന്ന ഈ 2 ജനലുകൾ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഈ വാക്യൂം ക്ലീനർ യൂസ് ആക്കുന്ന സമയത്ത് നല്ല ചൂട് കാറ്റിങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ബെഡ്ഷീറ്റ് ഒരു കഴുകിയ ഫീല് തന്നെ കിട്ടും. ഇത് നമ്മൾ യൂസ് ആക്കി നോക്കുമ്പോഴുള്ള ഇതിൻ്റെ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാം കേട്ടോ. ഇതിന് 12 kPa സക്ഷൻ പവറുള്ള കാരണം കൊണ്ട് തന്നെ എത്ര പൊടിപടലം വലിച്ചെടുക്കാനും ഇതിന് ഭയങ്കര കപ്പാസിറ്റിയാണ് കേട്ടോ. ഇനി ഞാൻ എൻ്റെ മെഷീൻ വെക്കുന്ന ടേബിൾ ഒന്ന് വൃത്തിയാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ചെറിയ നൂലുകളും ഈ നമ്മൾ ഈ തുണികൾ വെൽവെറ്റിൻ്റെ തുണിയൊക്കെ നമ്മൾ തയ്ച്ചിട്ടുണ്ടാകുമ്പോൾ നിറച്ച് പൊടികളുണ്ടാവും. ഇത് നമ്മൾ എത്ര കൊട്ടി കുടഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് ശരിക്കും പോലെ പോരില്ല. പക്ഷേ ഈ വാക്യൂം ക്ലീനർ നമ്മൾ വെച്ച് യൂസ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൊടി പോലും എടുത്തിട്ട് നല്ല വൃത്തിയാവും കേട്ടോ. പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഞാനിതൊരു റെക്സിൻ്റെ ഷോഫയാണ്. അപ്പോൾ ഇത് യൂസ് ആവുമെന്ന് വിചാരിച്ച്
ഞാൻ നോക്കിയപ്പോൾ അതും കറക്റ്റായിട്ട് നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വാക്യൂം ക്ലീനർ എത്ര അഴുക്ക് എടുത്തു എന്ന് നമുക്ക് നോക്കി വെക്കാം കേട്ടോ. ഇതിൻ്റെ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിൽറ്റർ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഹെപ്പ ഫിൽറ്ററാണ്. ഇത് ബാക്കി ഇതിൻ്റെ ഈ ഫിൽറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നമ്മളിത് കുറച്ച് ഒന്ന് വൃത്തിയാക്കിയപ്പോൾ തന്നെ എത്രത്തോളം അഴുക്ക കിട്ടിയത്. മിക്കവാറും ഇത് നമ്മൾ അലക്കിയ സോപ്പ് പൊടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തോന്നുന്നു. ബാക്കി എല്ലാ ഭാഗങ്ങളും നമുക്ക് കഴുകി യൂസ് ആക്കാം. പക്ഷേ ഹെപ്പ ഫിൽറ്റർ നമുക്ക് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വൃത്തിയാക്കാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഞാൻ ഇനി പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ യൂസർ മാനുവൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ മാർക്കറ്റിലത്തെ ഇപ്പോഴത്തെ പ്രൈസ് 4399 ആണ് കേട്ടോ. കൂടാതെ ഒരു വർഷത്തെ വാറണ്ടി കാർഡ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫിൽറ്റർ നേരെ തിരിച്ച് എടുത്ത് വെച്ചിട്ട് ഭദ്രമായിട്ട് എടുത്തു വെക്കാം. ഇനി അടുത്ത ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ആക്കാമല്ലോ. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. വേണ്ടവരൊന്നും വാങ്ങിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ. ഉപയോഗിച്ചാലേ അറിയുള്ളൂ. ഇനി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ വർക്കൗട്ട് ചെയ്യുന്ന ഈ യന്ത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനിത് ഒരു 899 രൂപ അങ്ങനെ സംതിങ് എന്തോ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിനകത്ത് സ്റ്റെപ്പില്ലാത്ത കാരണം കൊണ്ടേ എനിക്കൊന്ന് വർക്കൗട്ട് ചെയ്യണം തോന്നുമ്പോൾ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച സംഗതിയാണിത്. ഞാൻ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കണ എള്ളും ഈന്തപ്പഴം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇത് 1 കിലോ എള്ളാണ് കേട്ടോ. അപ്പം ഞാൻ 1 കിലോ ഈന്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കുക. നമ്മൾ വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഇതിപ്പോൾ തൽക്കാലം അതിന് നിവർത്തിയില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളിതാ 1 കിലോ ഇങ്ങനെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുരു കളയാം കേട്ടോ. അത് ഉണ്ടാക്കല്ല. ഇവിടെ സായിക്കുട്ടിക്ക് തുടർച്ചയായിട്ട് പനി വരുന്ന കാരണം കൊണ്ട് അവൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. ടെസ്റ്റ് ചെയ്തപ്പോൾ അവനക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഗതി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ എല്ലാ കുരും നമ്മൾ കളയണം. ഇതിൽ കുരു പെടാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് ചിലപ്പോൾ അഴുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 കിലോ ഈന്തപ്പഴത്തിൻ്റെ ഫുള്ള് കുരു നമ്മൾ എടുത്ത് കളഞ്ഞിക്കണം കേട്ടോ. ഇനി നമ്മൾ എള്ള് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞു പോയപ്പോൾ നമ്മൾ എള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കൈ എടുക്കാണ്ട് വറുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു പിരി എന്നൊരു പൊട്ടണ ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സിയിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. പൊടിക്കല്ല, ഇത് ക്രഷ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോ എള്ളാണ് എടുത്തെടുക്കുന്നത്, അത് മറക്കരുത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആ എള്ളൊക്കെ എടുത്തിട്ട് ക്രഷ് ചെയ്ത എള്ളും കുരു കളഞ്ഞ ഈന്തപ്പഴവും എടുത്തിട്ട് വരിക. പിന്നെ നമ്മൾ ഡാബർ ഹണി അത് വാങ്ങിച്ചത് 500 ഗ്രാമാണ് കേട്ടോ. ശരിക്കും അത് 1 കിലോ വേണമായിരുന്നു. പിന്നെ നമ്മൾ നല്ലൊരു ക്വാളിറ്റിയിലൊരു പ്ലാസ്റ്റിക് പാത്രം എടുക്കണം കേട്ടോ. ഞാൻ ഈ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ അതിൽ 5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസാക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം തേനൊഴിക്കുക, പിന്നെ എള്ളിടുക, പിന്നെ അതിൻ്റെ മുകളിൽ ഈന്തപ്പഴം ഇടുക. അങ്ങനെ അടുക്കായിട്ട് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടി തേനും ഒഴിക്കണേ. നമ്മൾ ശരിക്കും എല്ലാം ഒരേ അളവിലാണ് ഇത് വേണ്ടതെന്ന് എനിക്കത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ 1 കിലോ തേന് തന്നെ വേണമായിരുന്നു. ഞാൻ 1/2 കിലോയാണ് വാങ്ങിച്ചത്. അതിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് നമ്മൾ കുറച്ചുകൂടി തേന് വാങ്ങിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കേട്ടോ. കാരണം അതിൻ്റെ ഒപ്പത്തിനൊപ്പം തേന് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കേട് വരാൻ ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. ഈത്തപ്പഴം കൂടി കഴുകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മഴക്കാലമായ കാരണം കൊണ്ട് അത് ഉണക്കിയെടുക്കാൻ പ്രയാസമാവുന്നുള്ള കാരണം കൊണ്ട് ഈത്തപ്പഴം കഴുകുന്ന ജോലി ഞാൻ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു. നിങ്ങൾക്ക് നല്ല വേനൽക്കാലത്തൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം കൂടി കഴുകിയിട്ട് ഉണക്കിയെടുത്തിട്ട് വെള്ളം ഒട്ടും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈന്തപ്പഴം എള്ളുള്ളത്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നലത്തെ സംഭവം കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസത്തെ ഓക്കെ പിറ്റേ ദിവസത്തെ സീനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ രാവിലെ ഞങ്ങൾ ഞങ്ങൾ സൺഡേ നല്ല വൈകിട്ട് നീക്കുക. ഏകദേശം 10 മണിയായി. അപ്പം ഇന്ന് 10 മണിയാണ്. അപ്പോൾ നമ്മൾ ചായ കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാ. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള ജോലി നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ അതെ, അപ്പോഴാണ് നമ്മളെ ഗ്യാസ് കഴിഞ്ഞിരിക്കണേ. അപ്പം നമ്മൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നിറച്ച് സിലിണ്ടറൊക്കെ എടുത്തു കൊണ്ടുവരുന്ന സാധാരണ എൻ്റെ മോളാണ് കേട്ടോ. പോരെ എടുത്തോ. അപ്പോൾ നമുക്ക് സിലിണ്ടറൊക്കെ നമുക്ക് പിന്നെ എപ്പോഴും ഫുള്ളി ഒരു കുറ്റി ഉണ്ടാവും കേട്ടോ. നമ്മളിവിടെ അടുപ്പ് കത്തിക്കത്തല്ല. അപ്പോൾ ഗ്യാസൊക്കെ നമ്മളെപ്പോഴും എടുത്തു വെക്കും. യെസ്, അപ്പോൾ എടുത്തോ. പിന്നെ ഞാനിപ്പോഴത്തെ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ. ഈ ഗ്യാസിൻ്റെ ഇവിടെ 26 എഴുതിയിരിക്കുന്നത് എന്താണ് ഇത്? എന്താണ് 26 നല്ല എഴുതിയിരിക്കുന്നത്? D26. ഈ 26 എന്നുള്ളത് ഈ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ആണ്. 2026 വരെയാണ് ഈ സിലിണ്ടർ യൂസ് ആക്കാൻ പറ്റുക. അങ്ങനെയാണ്. എടുത്തോ. ധീവര അല്ല, അതിലൊന്നുമില്ല. അത് ഹരിയ പാട്ട്
ധരാധരാതി ആര്യവൻ അടുത്തോ സിലിണ്ടർ തൂക്കി പോയിടുന്നോൾ. അയ്യോ യെസ് വരട്ടെ. ഇനി ഞാൻ സായിക്കുട്ടിനെ കൊണ്ട് തുണി മടക്കി വെപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നുമോള് ആൺകുട്ടികൾ ചെയ്യേണ്ട വലിയ ഭാരമുള്ള സിലിണ്ടർ ഏറ്റിക്കൊണ്ടുവരിക, ഇവിടെ അരിച്ചാക്ക് പൊക്കിയിട്ടെടുത്ത് കൊണ്ടുവരിക, ഈ വക ജോലികൾ ഇന്നുമോളും ചെയ്യും കേട്ടോ. അതായത് നമ്മളിത് എല്ലാ ജോലികളും അറിഞ്ഞിരിക്കണം. ഇവിടെ ഇക്കാക്കൊന്നും ഒരു സിലിണ്ടർ മാറ്റാൻ കൂടെ അറിയത്തില്ല. ഇപ്പോൾ ഇവിടെ ഇക്ക ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ഇന്നുമോളാണ് ആ കാര്യങ്ങൾ ചെയ്യാം. അതവർ ചെയ്യണം നിർബന്ധം അവർക്ക് ചെറുപ്പം മുതലേ കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് കുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ആൺകുട്ടിയാണ് അതിന് ഈ ജോലി, പെൺകുട്ടിയാണ് ഇതിന് ഈ ജോലി എന്ന് വേർതിരിക്കില്ല. അത് ഞാൻ അന്നേ തീരുമാനിച്ച ഒരു തീരുമാനമായിരുന്നു. നമ്മൾ മക്കൾ ഏത് കുട്ടികളാണെങ്കിലും എല്ലാത്തരം ജോലി എല്ലാവരും അറിയണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. നമ്മുടെ കിച്ചണിന്റെ ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ സായിക്കുട്ടിക്ക് ഒരു ആഗ്രഹം. എന്താ സായിക്കുട്ടി ആഗ്രഹം? ജീജനെ പഞ്ചഗുസ്തി കളിച്ചിട്ട് തോപ്പിക്കാൻ. അല്ല ഓൻ പറയണേ ഓനിട്ടോ ഓൻ തോറ്റാല് ഓനും തരില്ല, ഞാൻ തോറ്റ എന്ത് തരും? അത് വേണ്ട തന്നെ, അത് പറഞ്ഞത് ശരിയാണ്. അയ്യോ അവൻ എന്നെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണം. ഞാൻ കൈയിന്റെ വലുപ്പം ഒന്ന് നോക്കട്ടെ രണ്ടാളും. അപ്പൊ ഇന്നോട് പറയാ എന്റെ ഈ കൈയിന്റെ വലുപ്പം കണ്ടിട്ട് നിനക്കിത് പഞ്ചഗുസ്തി തോന്നുന്നില്ല. ഓക്കെ എന്തായാലും നടക്കട്ടെ. തോപ്പിച്ചാല് 50 പോലെ 500 രൂപ കൊടുക്കണം. ഇല്ല എന്റെ കയ്യിലുണ്ടല്ലോ. ഇങ്ങനെയല്ല പഞ്ചഗുസ്തിക്ക് പിടിക്കുക എങ്ങനെയാണ്? അവനെ കുട്ടി ഓളെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപ ഞാൻ വാങ്ങിച്ചു തരും. ഓരെങ്ങനെ നിക്കട്ടെ. യെസ് യെസ് സായി കുട്ടി നീയും എടുത്തോ ഷോൾഡർ. ഓക്കെ അതായിട്ടില്ല, സ്റ്റാർട്ട് ആക്കട്ടെ, തുടങ്ങിയിട്ടില്ല. ഓനക്കതൊക്കെ പറ്റുന്നോ? നീ ബലം പിടിച്ച് നിക്ക്. എന്തെങ്കിലും കാട്ടട്ടെ എടുക്ക്. അല്ല ഓരെങ്ങനെയും ഉണ്ടാക്കട്ടെ. ഇജ്ജ് കാണിക്കേ. ജീജി മമ്മിയോ? അയ്യോ ഞാനില്ല. താല്പര്യം ഉണ്ടോ? ഒന്നും നോക്കട്ടെ. അപ്പൊ ഞാൻ ഇന്നുമോളിന് ഞാൻ അതിനെ ചോദിക്കൂല. എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ ഓള് റെഡി 1 2 3 സ്റ്റെപ്പ്. അവിടെ സൂക്ഷിച്ചോ, കണ്ടും കണ്ടും തടി കുറച്ച് നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. കണ്ടോ ഞാൻ അവിടെ കളി കഴിഞ്ഞിട്ടാ വന്നിട്ടുള്ളത്. അന്റെ മോൻ മേലോടുക്കനെ കൈ സതച്ചിട്ടാണ് അന്റെ അനുവിന്റെ കൂടെ കൂടിയിട്ട് കളിക്കുന്നത്. എന്താ എന്താ അതെന്താ പറ. ഓരോ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയിട്ട് മുടി വെട്ടിയിട്ടില്ല, അതാണ് ഒരു കോലം. പിന്നെ ആണെങ്കിൽ ഒരു ഷർട്ട് ഇടാൻ പറഞ്ഞ എമ്മത് കേക്കിലെ കുട്ടി. പിന്നെ ഇപ്പൊ ഈ കോലം തന്നെ അല്ലാതെ വേറെ ഏതൊരു കോലം ഉണ്ടാവും. ഞാനിതേ ഒരു വീട്ടിൽ ചവിട്ടിക്ക് ഒരു കുറച്ച് കുറവുണ്ട്. അപ്പൊ ഞാനൊരു ചവിട്ടി ഓർഡർ ചെയ്തിട്ടാണ്. ഈ ചവിട്ടി വാങ്ങിച്ച് എപ്പോഴും നമുക്ക് സക്സസ് ആവാറില്ല. ഇത് എങ്ങനെ സക്സസ് ആയിട്ടാണ് ഞാനും നോക്കി വെക്കട്ടെ. വിശന്നിട്ട് കോട്ട് കത്തിയിട്ട് നിൽക്കുന്നത് ഇന്നുമോളൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഇത് കണ്ടിട്ടുള്ളൂ, ഈ സമാധാനം ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളത് ദമ്മൊട്ടിക്കാനും കൂടെ വേണം. അതാണ് ഈ നൃത്തം നിൽക്കുന്നത്. അല്ലെ ഇപ്പൊ തീറ്റ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ 200 സംതിങ് എത്ര രൂപക്കാണ്. അത് 4 ചവിട്ടി ഉണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ, ഞാൻ പറയാം. എന്നിട്ട് ഇത് ബാത്റൂമിന്റെ മുമ്പിൽ ഇടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇത് 2 അത് 2 ഇത് കുറച്ച് വലുതാണ്. 4 തന്നെയാണ്. ഓക്കെ ഞാൻ ഈ ചവിട്ടി 2 ഓഫർ ഉണ്ടായിരുന്നു, 4 ഓഫർ ഉണ്ട്. അപ്പൊ ഞാൻ 4 തന്നെ വാങ്ങിച്ചിരുന്നു. നമുക്ക് നോക്കി വെക്കുക തന്നെയാണ്. നല്ല ചവിട്ടിയാണ് കേട്ടോ, നല്ലതാണ്. നോക്കട്ടെ, കട്ടിയൊക്കെ കുറച്ച് കുറവാണ്. ചിലപ്പോൾ നിങ്ങനെ കാലെടുക്കേ ഒന്നിങ്ങനെ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ കണ്ട കളറും അല്ല, ചെറുതായിട്ട് ഇതൊക്കെ ആണെങ്കിലും ഒരു 230 സംതിങ് എത്ര രൂപയല്ലേ ഉള്ളൂ. അതിനിങ്ങനെ 4 ചവിട്ടി വലിയ പ്രശ്നമൊന്നുമില്ല. വാഷിംഗ് മെഷീനായിട്ട് കളിക്കാൻ പറ്റി എന്ന് വരില്ല ചിലപ്പോൾ. കാരണം ഇതിന് നമ്മൾ വീഡിയോയിൽ കണ്ട അത്രക്ക് അങ്ങോട്ട് കൂടുതൽ ഇതില്ല.
എന്നാലും ഓക്കെയാണ്. ബാത്റൂമിൻ്റെ മുമ്പിൽ ഇടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ സത്യം പറയാലോ, എനിക്ക് മീഷോയിൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത സാധനം അവിടെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കാണുള്ളൂ കേട്ടോ. അത് അറിയില്ല എന്താണെന്നാവോ. ഇത് ഞാൻ കണ്ട ടൈപ്പ് വായിച്ചതാണ്. ഇത് കാണിക്കാൻ മാത്രമില്ല, ടൈപ്പ് വായിച്ചതാണ്. ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ദമ്മിട്ട് വെച്ചിരിക്കുന്നത്. കുക്കറിലാണ് ദമ്മിട്ട് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഇളക്കി എടുക്കാമെന്ന് അറിയില്ല, നോക്കി നോക്കട്ടെ. ഇതിൻ്റെ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, തട്ടിക്കൂട്ടാക്കിയ സാധനമാണ്. നമ്മൾ ഈ ഉള്ളി പൊരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ അമ്മയൊരു സംഭവം ചെയ്തിട്ടില്ല, അങ്ങോട്ട് തട്ടിക്കൂട്ടിട്ടൊരു സാധനം ഉണ്ടാക്കിയ. പക്ഷെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടാക്കിയപ്പോൾ നെയ്യോ ഒന്നുമില്ല. ഓന് എത്ര നന്നായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതേ പറയൂ.